ലഡാക്കിലേക്ക് പോകാനുള്ള കുടുക്ക പൊട്ടിച്ച പൈസയാണ് ഇത്രയും. ഇപ്പോൾ നമ്മളിപ്പോൾ ഡൽഹിയിലെത്തി നിൽക്കുകയാണ്. ഇനി നമുക്ക് കുത്തബ് മിനാറിലേക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത്. അപ്പം ഇത്രയും പൈസ ഉണ്ട്. ഇതിപ്പോൾ കൗണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ 500-ന് ഇത്രയും കൗണ്ട് ഉണ്ട്. പക്ഷെ അത് ഉറപ്പില്ല, ഒന്നും കൂടെ കൗണ്ട് ചെയ്യണം. ഒരു സൂര്യനെ പോലെ ഇല്ല ഇത് കാണാൻ. ഒത്തിരി ഇഷ്ടപ്പെട്ട്. സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ആരാ വിജയിക്കണേന്ന് അതും കൂടെ അറിയിക്കാം. അങ്ങനെ നമ്മൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഫൈനൽ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് കുത്തബ് മീനാറിലേക്കുള്ള യാത്രയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ടെന്നാണ് നമ്മൾ കണ്ടേക്കുന്നത്. ഒരുവിധമെല്ലാം ഞങ്ങൾ യൂട്യൂബ് തന്നെ നോക്കിയിട്ട് പഠിച്ചിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 2-3 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ മെട്രോ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് മെട്രോ സ്റ്റേഷൻ്റെ മെയിനായിട്ട് ഇവിടെ എല്ലാം ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. അത് കാരണം നമുക്ക് കുഴപ്പമില്ല. അത് നോക്കി നടന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം സ്പീഡ് എത്തുകൂടാ. മെട്രോ സ്റ്റേഷന് പുറത്തിറങ്ങിയിട്ട് ഒരു 100-200 മീറ്റർ നടന്നാൽ തന്നെ നമുക്ക് മെട്രോയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇവിടുന്ന് അത്യാവശ്യം നല്ല ക്രൗഡാണ് ഇവിടെ, നല്ല തിരക്കാണ്. കാരണം നമ്മൾ ലഗേജുമായിട്ടൊക്കെ നടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ 2 ആഴ്ചത്തെ ട്രിപ്പായതുകൊണ്ട് അത്യാവശ്യം നല്ല ലഗേജൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. മെട്രോയിലെത്തിയിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് പതുക്കെ മെട്രോയിലേക്ക് കയറാം. സ്റ്റാർട്ടിങ്ങിലൊക്കെ വലിയ തിരക്കൊന്നും കാണുന്നില്ല മെട്രോയിൽ. അണ്ടർ പാസ്സാണ് ആദ്യം ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് കുറച്ച് അണ്ടർ പാസ്സൊക്കെ ഉള്ളത്. നമ്മൾ പിന്നെ അങ്ങനെ പതുക്കെ നടന്ന് ടിക്കറ്റ് കൗണ്ടർ എത്തിയിട്ടുണ്ട്. ഇവിടെ 150 രൂപ കാർഡ് എടുക്കാം നമുക്ക്. കാർഡ് എടുത്ത് ഞാൻ പിന്നെ 50 രൂപയും കൂടി റീചാർജ് ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴേക്കും നമുക്ക് ആപ്പാട് കുത്തബ് മിനാർ മാത്രമേ ഉള്ളൂ. അത് കാരണം നമ്മളത് എടുത്തില്ല. നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് 40 രൂപ വെച്ചുള്ള ടിക്കറ്റാണ് നമ്മൾ ഓൾറെഡി എടുത്തത് കുത്തബ് മിനാറിലേക്ക്. ഇവിടെ എല്ലാം റൂട്ട് മാപ്പുകളെല്ലാം കറക്റ്റാണ്. മെട്രോയുടെ മാപ്പുകളുണ്ട്. അതേപോലെ തന്നെ മെട്രോയ്ക്ക് ആപ്പുണ്ട്. നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും റൂട്ടുകളെല്ലാം. പിന്നെ അതേപോലെ കളർ കോഡാണ് കംപ്ലീറ്റ് ഉള്ളത്. കളർ കോഡ് നോക്കിയിട്ട് ഏകദേശം നമുക്ക് മാർക്കിങ് ഫുഡ് മാർക്ക് കൂടെ ഉണ്ട്. അതനുസരിച്ച് നടന്നു കഴിഞ്ഞാൽ ഓരോ ലൈനിൽ നമുക്ക് പിങ്ക് ലൈൻ, യെല്ലോ ലൈൻ, ഇങ്ങനെ ലൈനുകൾ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. എന്നാലും നമുക്ക് ചോദിക്കുന്നതല്ലാണ്. കാര്യം ഒരുപാട് ഫ്ലോറുകളുണ്ട് ഓരോ റൂട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് യെല്ലോ ലൈൻ നടന്നു കഴിഞ്ഞാൽ ആ റൂട്ടിലേക്ക് തന്നെ ആണെന്ന് കറക്റ്റായിട്ട് അറിയാൻ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. നമുക്ക് പോകുന്ന കുത്തബ് മീനാറാണ്. അത് എവിടുന്ന് ഏത് ഫ്ലോറിൽ ഏത് പ്ലാറ്റ്ഫോമാണ് നമ്മൾ ചോദിച്ചു പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ചോദിച്ചിട്ടൊക്കെയാണ് പോയത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പെട്ടുപോകും. 2-3 ഫ്ലോറൊക്കെ ഉണ്ടാവുക. ഏത് ഫ്ലോറിൽ നിന്നാണ് നമുക്ക് പോകേണ്ടതെന്ന് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഉണ്ടായി. അത് കാരണം ഞങ്ങൾ ചോദിച്ച് നടന്നാണ് അവിടെ എത്തിയത്. ഇനി നമുക്ക് ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്ന് പിങ്ക് ലൈനിലാണ് ആദ്യം കയറേണ്ടത്. പിങ്ക് ലൈനിൽ കയറിയിട്ട് അവിടുന്ന് ദില്ലി ഹാൾട്ട് ഇറങ്ങണം. അഞ്ചാമത്തെ സ്റ്റോപ്പാണ് നമുക്ക് ദില്ലി ഹാൾട്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് യെല്ലോ ലൈനിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യണം. ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾ പോകുമ്പോഴത്തേക്ക് ചോദിച്ചു പോകുന്നതാണ് നല്ലത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്ലോറിൽ നിന്ന് ചിലപ്പം അടുത്ത ഫ്ലോറിൽ കയറിയിട്ട് വേണം യെല്ലോ ലൈനിലേക്ക് പോകാൻ. അത് നമ്മൾ കറക്റ്റായിട്ട് ചോദിച്ചിട്ട് വേണം നമുക്ക് മൂവ് ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ അത്യാവശ്യം നല്ല ദൂരം നടക്കാനുണ്ടാവും. ഒരു 200-300 മീറ്ററൊക്കെ ചിലപ്പോൾ ഒരു ചേഞ്ചിങ് അത്രയും ഡിസ്റ്റൻസ് നടക്കാൻ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റേ പ്ലാറ്റ്ഫോമിലേക്ക്. എന്നിട്ട് അവിടെ നിന്ന് അതേപോലെ 6ാമത്തെ സ്റ്റോപ്പ് കുത്തബ് മീനാറാണ്. ഇപ്പോൾ ഏതായാലും വണ്ടി വന്ന് ഞാൻ കയറാനുള്ളത് കുത്തബ് മീനാറിലേക്കുള്ള ചേഞ്ച് ചെയ്ത യെല്ലോ ലൈനിലാണ് ഞങ്ങൾ കയറുന്നത്. യെല്ലോ ലൈനിൽ കയറി ഇവിടെ വന്ന് നമ്മൾ അവിടെ വന്ന് ഇറങ്ങുകയും ചെയ്തു. കുത്തബ് മീനാറിൻ്റെ സ്റ്റോപ്പിൽ നമ്മൾ വന്ന് ഇറങ്ങി. ഇനി നമുക്ക് അടുത്ത് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു ഓട്ടോ എടുക്കണം. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ വണ്ടി ഉണ്ടാവും. ഓട്ടോ എടുത്തിട്ട് ഷെയർ ടാക്സിയൊക്കെ ഉണ്ടാവും കേട്ടോ. സിംഗിളായിട്ടൊക്കെ വരികയാണെങ്കിൽ ഇവിടുന്ന് ഷെയർ ടാക്സി ഉണ്ടാവും. അപ്പോൾ ടാക്സി എടുക്കുക. അപ്പോൾ നമ്മൾ 4 പേരുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ നോക്കിയിരിക്കേണ്ട. ഒരു വണ്ടി എടുത്ത് കഴിഞ്ഞാൽ നേരെ അവരവിടെ കൊണ്ടിറക്കും. അപ്പോൾ നമുക്ക് നേരെ ഇനി കുത്തബ് മീനാറിലേക്ക് ടാക്സി നോക്കി പോവാം. ഇവിടെ മെട്രോയിൽ വാവി ജെനി പെട്ടുപോയി. ജെനി കാണിച്ചതിനകത്തുകൂടി വാവി ഇറങ്ങിപ്പോയി. ജെനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഒരു അബദ്ധം പറ്റി. പിന്നെ അവിടെ അത് വാങ്ങിച്ച് 2ാമത് വെച്ചിട്ടാണ് സ്കാൻ ചെയ്തിട്ടാണ് ജെനി ഇറക്കി വിട്ടത്. അങ്ങനെ നമ്മളത് കുത്തബ് മീനാറിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം.
ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് കാണുന്നത് നമുക്ക് മീനാറിലേക്കുള്ള എൻട്രൻസ്. ലഗേജും സാധനങ്ങളെല്ലാം ഇതിനകത്തെ കുത്തബ് മിനാർ കയറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ബാക്കിൽ തന്നെ ക്ലോക്ക് റൂമുണ്ട്. നമുക്ക് എല്ലാം അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. ഒരു ചെറിയ റേറ്റ് കൊടുക്കണം അതിന്. ഒരു ബാഗിന് എത്ര രൂപ വെച്ച് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം സേഫായിട്ട് അവിടെ വയ്ക്കാം. കാര്യം വേറെ ഒന്നും സാധനങ്ങളും നമുക്ക് ഹാൻഡ് ബാഗ് ഒന്നും അകത്തേക്ക് എൻട്രി ഇല്ല. അത് നമ്മളെല്ലാം അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തേ നമ്മളങ്ങോട്ട് കയറിയിട്ടുണ്ട്. കുത്തബ് മിനാർ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഇഷ്ടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മിനാരം കൂടിയാണിത്. ഇതിന് ഏകദേശം 72.5 മീറ്റർ ഉയരമുണ്ട്. അതേപോലെ 5 നിലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഖുത്ബുദ്ദീൻ ഐബക്ക് ആണ് 1199 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചതെങ്കിലും പിൻഗാമിയായ ഇൽത്തുമിഷാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത്. അതേപോലെ തന്നെ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള സ്ഥലം കൂടിയാണ്. അങ്ങനെ ഇവിടെ സ്ഥലമെല്ലാം കണ്ടു നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു മെസ്സേജ് വരുന്നത്. ഞങ്ങളുടെ ഒരു ട്രെയിൻ അത് ജമ്മു വരാക്കി കുറച്ചൊക്കെയാണ്. പ്രളയം കാരണം പാലമൊക്കെ നശിച്ച കാരണം ഡൽഹിയിൽ നിന്ന് ജമ്മു വരെ ഉള്ളത്. അത് ഡൽഹിയിൽ നിന്ന് ഖത്ര വരെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. ഇനിയിപ്പം ഞങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് ജമ്മു വരെ ചെല്ലണം. അവിടെ നിന്ന് ടാക്സി വിളിച്ചിട്ട് വേണം ഖത്രയ്ക്ക് പോകാൻ. ട്രെയിൻ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ആ ടൈം കറക്റ്റ് ആവില്ല. നമുക്ക് ഖത്രയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള വന്ദേ ഭാരത് മിസ്സാവും. അത് കാരണം ഞങ്ങൾ അടുത്ത പ്ലാനിങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഡൽഹിയിൽ നിന്ന് അടുത്ത വണ്ടി പിടിച്ച് ജമ്മു ചെന്നിട്ട് അവിടെ നിന്ന് ഖത്രയിലേക്ക് പോകാനുള്ള. അത് കാരണം ഞങ്ങൾക്ക് കുറച്ച് അധികം വീഡിയോ ഒക്കെ എടുക്കേണ്ടതും ഫോട്ടോ എടുക്കേണ്ടതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ മിസ്സായിട്ടുണ്ട്. എന്നാലും ഇത് കാണാൻ പ്രത്യേക ഒരു രസമാണ്. നമുക്ക് മാക്സിമം എടുക്കാൻ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ പല സെക്ഷനായിട്ട് ഒരുപാട് ഫോട്ടോഷൂട്ടും വെഡ്ഡിങ് ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് ചില ഏരിയയിലൊക്കെ. എന്തായാലും ഞങ്ങൾ ഒരു ട്രെയിൻ ക്യാൻസൽ ചെയ്ത് അത് എന്നിട്ട് ഇന്ന് അടുത്ത വണ്ടിയിൽ കയറി പോകണം. അത് കാരണം നമുക്ക് അടുത്ത ദിവസത്തേക്ക് താജ്മഹലിൽ പോകണം. താജ്മഹൽ കാണണം, ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ച് എന്തായാലും അടുത്ത ലക്ഷ്യം എന്ന് വെച്ചത് ലഡാക്കാണ്. അങ്ങനെ അങ്ങോട്ട് പോകാനുള്ളത് കൊണ്ട് നമുക്ക് ബാക്കിയെല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുക, നമുക്ക് ഇവിടുന്ന് അടുത്ത വണ്ടി പിടിക്കുക എന്നുള്ളൊരു ഇതിനകത്ത് മാറിപ്പോയി ഞങ്ങൾ. അത് കാരണം ഞങ്ങൾ എത്രയും നമുക്ക് കാണുമ്പോൾ ഇതിനകത്ത് ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളും മണ്ണെല്ലാം പോയി, പാർക്കെല്ലാം തെളിഞ്ഞ് ഒരുപാട് നശിച്ച് പോയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ടും കാണാനാണെങ്കിൽ നടക്കാനാണെങ്കിൽ ഒരുപാട് ഏരിയകളുണ്ട് കേട്ടോ. ഇവിടെ നടന്ന് കാണാനാണെങ്കിൽ വിശാലമായ സ്ഥലങ്ങൾ ഇഷ്ടംപോലെ കിടക്കുകയാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു 3-4 മണിക്കൂറെങ്കിലും എടുക്കും എല്ലായിടത്തും നടന്ന് കാണാമെങ്കിൽ. മഴയാണ് ഡൽഹിയിൽ, അതിശക്തമായ മഴയാണ്, പ്രളയമാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിവിടെ വന്നിറങ്ങിയത്. പക്ഷേ ഇവിടെ മഴയില്ല. വെയിൽ കാരണം കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് കടും വെയിലായിരുന്നു ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ താഴത്തെ 3 നിലകൾ ചുവപ്പ് മണൽക്കല്ലും 4-ാമത്തെ 5-ാമത്തെ നിലകൾ മാർബിളും മണൽക്കല്ലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആയിരത്തി 369 ഇടിമിന്നൽ കാരണം മിനാരത്തിലെ മുകൾ തട്ടിലെ കേടുപാടുകൾ സംഭവിച്ചായിരുന്നു. പിന്നീട് അത് ഫിറോസ് ഷാ തുഗ്ലക്കാണ് നന്നാക്കിയത്. രണ്ടാമതും 1803 ഒരു ഭൂകമ്പം ഉണ്ടായി. അന്നും ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചു. അന്ന് മേജർ റോബർട്ട് സ്മിത്താണ് അതിൻ്റെ ബാക്കി അറ്റകുറ്റപ്പണിയൊക്കെ നടത്തിയത്. ഇതിൻ്റെ ഓരോ നിലയിലും ചുറ്റും ബാൽക്കണികളുണ്ട്. ചുവരുകളിൽ അതുപോലെ തന്നെ ഖുറാനിലെ വാക്യങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. കിട്ടിയ ഗ്യാപ്പിൽ അതുപോലെ ജെനി ഭാവിയും സുനുവും തകർത്ത് ഷോട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകളും ഫോട്ടോകളൊക്കെ എടുക്കാനുള്ള തിരക്കിലാണ്.
അതുപോലെ ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ സുനുവിന് ആ ഗ്യാപ്പിൽ ഒരു അണ്ണാറക്കണ്ണനെ കൂടെ കളിക്കാൻ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അണ്ണാറക്കണ്ണന്മാരുള്ള ഒരു ഏരിയയും കൂടിയാണ്. പക്ഷേ ഒന്നിനും നമ്മളെ പേടിയില്ല. നമ്മൾ കൈ കാണിക്കുമ്പം എണീറ്റ് നിൽക്കുകയാണ്. എണീറ്റ് എന്നിട്ട് കഴിക്കാൻ വല്ലതും ഉണ്ടോയെന്ന് ഇതൊക്കെ നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് നടന്ന് കാണാനെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് പല സെക്ഷനായിട്ട് അവിടെ ഇവിടെയെല്ലാമായിട്ട് പലതായിട്ട് കിടക്കുകയാണ്, പല ബിൽഡിങ്ങായിട്ട് കിടക്കുകയാണ്. പിന്നെ ഒരുവിധം ഞങ്ങൾ നടന്ന് കണ്ട്. പക്ഷേ നല്ല വെയിൽ, അതിശക്തമായ വെയിലാണ്. നടക്കാനും കണ്ണ് കാണാൻ പറ്റുന്നില്ല. ഞങ്ങളെനിക്ക് ആപ്പാടെ പെട്ടൊരവസ്ഥ തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ. അടുത്ത വണ്ടിയും നോക്കണം നമുക്ക്. അങ്ങനൊരു ടെൻഷൻ കൂടിയാണ്. ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ മാക്സ് എടുക്കാൻ പറ്റാത്തതൊക്കെ എടുത്തിട്ടുണ്ട്.